ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ഓഫീസിലെ ഒരു സ്റ്റാഫുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ ശ്രുതി ഒരു കപ്പ് ടീയുമായിട്ട് അങ്ങോട്ടേക്ക് വരും. ശ്രുതിയെ കണ്ടതും നമ്മുടെ അശ്വിനാണെങ്കിൽ ഭയങ്കര ഒരു പുഞ്ചിരിയാണ് കേട്ടോ. ശ്രുതിയെ കണ്ടതും നമ്മുടെ അശ്വിനാണെങ്കിൽ സംസാരിക്കാതിരിക്കാനേ പറ്റണില്ല കേട്ടോ. ഇന്ന് എനിക്ക് ഓഫീസിൽ പോയേ പറ്റുള്ളൂ ശ്രുതി, 1-2 മീറ്റിംഗ് ഉണ്ട്. ചേച്ചിയുടെ കാര്യം നീ ശ്രദ്ധിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കാട്ടോ. ചേച്ചിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഇവിടെ ശ്രദ്ധയുണ്ട്, പക്ഷേ നിങ്ങളുടെ കാര്യം ആരാ ശ്രദ്ധിക്കുന്നതെന്ന് ചോദിക്കാട്ടോ ശ്രുതി. ഇന്നലെ രാത്രിയിലെ ഭക്ഷണം സാറ് കഴിച്ചില്ലെന്ന് രാമേട്ടൻ പറഞ്ഞു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ലെന്ന് പറഞ്ഞു. അല്ല, എന്ത് ഭാവിച്ചാ ഇങ്ങനെ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ചേച്ചിയുടെ കാര്യം നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിൽ 1% സ്വന്തം കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറയാൻ കേട്ടോ ശ്രുതി. ഞാൻ ഒരു ഗ്ലാസ് ഓട്സ് എടുക്കട്ടെ സാർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം ശ്രുതി എന്ന് പറയാം. സ്വന്തം കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണേ സാർ, ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കാം എന്നൊക്കെ പറയാണ്. എന്നിട്ട് മരുന്ന് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതെടുത്ത് കുടിച്ചിട്ട് നമ്മുടെ അശ്വിൻ പറയും, നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചു നേരം അവർ കണ്ണിൽ നോക്കിയിട്ട് ശ്രുതി അങ്ങ് പോകുന്ന നേരം നമ്മുടെ അശ്വിൻ പിന്നാലെ വന്നിട്ട് മുന്നിലിങ്ങനെ നിൽക്കൂട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ നാണം വന്നിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വനാണെങ്കിൽ അമേസിങ്. അപ്പോൾ ശ്രുതികുമാരി ലക്ഷ്മിക്ക് നാണിക്കാനൊക്കെ അറിയാലേ, വണ്ടർഫുൾ എന്നൊക്കെ പറയണേ. ഇപ്പോൾ ശ്രുതിയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ അശ്വൻ. ശ്രുതിയാണെങ്കിൽ പുറകോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മുടെ അശ്വനാണെങ്കിൽ പറയും, ഇനിയും നീ പുറകോട്ട് പോകരുത്, എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ നിർത്താനാണ് നിന്നെ ഇഷ്ടം എന്ന് പറയണേ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് അശ്വൻ കുറച്ച് മാറിയിട്ട് പറയും, പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് ഓടി പോവാണ് കേട്ടോ. അത് നോക്കി നിന്ന് നമ്മുടെ അശ്വനാണെങ്കിൽ, ശ്രുതി നിന്റെ പുഞ്ചിരി ഈ മുഖത്ത് ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ സമയത്ത് ഓടിയിട്ട് അവിടെ പോയി ഒരു നൃത്തമുണ്ടേ. നൃത്തം മീൻസ് ഡാൻസ് അല്ല, നിൽക്കൽ. എന്നിട്ട് അശ്വിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണണേ. എനിക്കെന്തായാലും ആ ഒരു പാർട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.